എൻ്റെ പേര് ജോഷി. ആലപ്പുഴയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഞാൻ ദീർഘനാളുകളായി സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാവർക്കും RBN ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഞാൻ വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ഒരു ഭാഗത്തെ ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. കാരണം ഈ ഭാഗം എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബൈബിളാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ ഭാഗം എൻ്റെ ജീവിതത്തെ വളരെയധികം മാറ്റിയ ഒരു ഭാഗമാണ്. അതായത് ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നപ്പോൾ അവൻ ആത്മാവിൽ ഒരു താഴ്വരയിലേക്ക് പോയി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയായിരുന്നു. ആ താഴ്വരയിലെ അസ്ഥികൾ മുഴുവൻ ഉണങ്ങിക്കിടക്കുന്നതായിരുന്നു. ദൈവം അവനെ ആ താഴ്വരയിലൂടെ ഇങ്ങനെ നടത്തി, അസ്ഥികളുടെ നടുവിലൂടെ നടത്തി. എന്നിട്ട് ദൈവം അവനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിനവൻ പറഞ്ഞു, ദൈവമേ, നീ അറിയുന്നു. 4-ാം വാക്യത്തിൽ ദൈവം അവനോട് കൽപ്പിച്ചു, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയണം, ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങൾ വചനം കേൾക്കണം. കർത്താവ് ഈ അസ്ഥികളെ ജീവിപ്പിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിച്ച് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇങ്ങനെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് ചേർന്നു. 10-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. ഈ അസ്ഥികൾ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഹെസ്കേൽ എന്നൊരു പ്രവാചകൻ, അദ്ദേഹത്തെ ദൈവം ഒരു അസ്ഥി താഴ്വരയിൽ അയച്ചു. അനേക മനുഷ്യർ മരിച്ച് അസ്ഥിക്കോലമായ ഒരു താഴ്വര. ഒരിക്കലും രക്ഷപ്പെടാൻ ഇനി പഴുതില്ല. മരിച്ച് ദ്രവിച്ച് പാഴായിപ്പോയ ഒരു സമൂഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം അവിടെ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, നീ ഈ അസ്ഥികളോട് പ്രവചിക്ക്, ഈ അസ്ഥികൾ ജീവിക്കും, അതൊരു സൈന്യമായി മാറും. ഇത് എന്റെ വീടിന്റെ ചരിത്രമാണ്. എല്ലാ രീതിയിലും അധപ്പതിച്ചു പോയ ഒരു അസ്ഥി താഴ്വരയായിരുന്നു എൻ്റെ വീട്. എൻ്റെ അപ്പൻ ഒരു വശം തളർന്നു പോയ ഒരു മനുഷ്യൻ. എൻ്റെ അമ്മ 18 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ, ഭൂതബാധയാൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ. എൻ്റെ ജ്യേഷ്ഠൻ കള്ളിനും കഞ്ചാവിനും അടിമ. എൻ്റെ 2 സഹോദരിമാർ രോഗികൾ. പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ നിറഞ്ഞ തകർന്ന ഒരു കുടുംബം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം നാട് വിടേണ്ട ഗതികേട് വന്ന ഞാൻ ബാംഗ്ലൂർ വെച്ച് വേദപുസ്തകം വായിക്കുവാൻ 15 രൂപയുടെ ബൈബിൾ വാങ്ങിച്ചു വായിക്കുവാൻ 1990 ദൈവം ഭാഗ്യം തന്നു. അതെന്റെ ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരാൻ ഇടയാകാത്ത ഒരു അനുഗ്രഹത്തിന്റെ വഴിത്തിരിവായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പ് മദ്യപിച്ചു. കർണാടകയിലുള്ള കൂട്ടുകാരുടെ കൂടെ കൂടി മൈക്കൽ ജാക്സന്റെ മാഡ്, സാഡ്, ബാഡ് പോലെയുള്ള പാട്ടുകൾ കേട്ട് ലോകക്കാരനെ പോലെ നശിച്ച് ജീവിച്ച, മദ്യപിച്ച് കിട്ടിയ പണമെല്ലാം കൂട്ടുകാരോടുകൂടി ദൂർത്തടിച്ച് ജീവിച്ച എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തന്നത് ബൈബിളാണ്. ബൈബിൾ വായിച്ചു. ബൈബിളിലെ ഭാഗങ്ങൾ എന്റെ ജീവിതത്തെ ചലിപ്പിച്ചു. യേശു 12 വർഷം സൗഖ്യമില്ലാതെ രക്തം വാർന്നു പോകുന്ന ഒരു സ്ത്രീയെ യേശുവിനെ തൊട്ടപ്പോൾ, ആ സ്ത്രീ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായത്, ആ ഭാഗം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച്, എന്റെ ദൈവമേ, എന്റെ അമ്മയ്ക്ക് സുഖമില്ല, നീ അവളെ, എന്റെ മാതാവിനെ സൗഖ്യമാക്കുമോ? എന്റെ ജ്യേഷ്ഠൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ പോലെയാണ്, ആർക്കും വിടിവിക്കാൻ കഴിയില്ല. മയക്കുമരുന്നും മദ്യവും വഴക്കും പ്രശ്നവും ആർക്കും സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ അധപ്പതിച്ചു പോയൊരു വ്യക്തി. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ടാണ് ആ ഭാഗത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ബുദ്ധി തന്നു. ഞാൻ ആ ഭാഗത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു, ഇതുപോലെ നീ എന്റെ വീട്ടിലും അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥിച്ചു. യേശുവിനെ അറിഞ്ഞ് ഒരു സഭയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 1 വർഷം പ്രാർത്ഥിച്ചു. ബെതേലേജി, ബാംഗ്ലൂർ പാസ്റ്റർ MA വർഗീസിന്റെ സഭയിൽ ചെന്ന് യേശുവിനെ അറിയുവാനും ആ സഭയിൽ നിന്ന് വളരുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിടയായി. നീണ്ട 1 വർഷം രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ കുടുംബം രക്ഷപ്പെടുമോ?
എന്റെ കുടുംബം രക്ഷപ്പെടുമോ? ഇത്രയും അതപ്പതിച്ചു പോയ, ജപ്തിയുടെ നടുവിലായിരിക്കുന്ന, ദാരിദ്ര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന, എല്ലാ വഴികളും അടഞ്ഞുപോയ എന്റെ കുടുംബം രക്ഷപ്പെടുമോ? ഒരു അസ്ഥി താഴ്വര പോലെ, യെഹെസ്കേൽ 37 വായിച്ചതുപോലെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര. സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല, നിരാശ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്, കഷ്ടതകൾ മാത്രം, രോഗങ്ങൾ നിറഞ്ഞ ഒരു വീട്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ആശുപത്രി തുടങ്ങാനുള്ള സകല രോഗികളും എൻ്റെ വീട്ടിലുണ്ട്. സാമ്പത്തികമില്ല, 1 രൂപ വീട്ടിലെടുക്കാനില്ല, തകർന്ന് തരിപ്പണമായ ഒരു വീട്. അങ്ങനൊരു ഭവനം, ആ വീടിനെ എങ്ങനെ രക്ഷയിലേക്ക് നയിക്കാം? എൻ്റെ കുടുംബം എങ്ങനെ രക്ഷയിലേക്ക് നയിക്കപ്പെടും? എനിക്കറിയില്ല. തകർന്ന് നിരാശയുടെ വക്കിൽ കിടക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരിക്കൽ നാട്ടിൽ വന്ന് അന്ന് ഒരു ദിവസം രാത്രി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കൊന്ന് കേൾക്കണം. നീ ഏതൊരു നല്ല പ്രാർത്ഥനക്ക് പോയി നിന്ന് അറിയാം. ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കേ. എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ അപ്പൻ്റെ പെങ്ങളുണ്ട്. എല്ലാവരും എൻ്റെ മുറിയിൽ 1 വർഷത്തിന് ശേഷം എന്നെ കാണുകയാണ്. പണ്ട് കടന്നുപോയ വ്യക്തിയല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയോ വ്യതിയാനങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അന്ന് രാത്രി എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ യേശുവേ എന്ന് വിളിച്ചു. പെട്ടെന്ന് എൻ്റെ അമ്മ തെറിച്ചുപോയി. ഞാൻ യേശുവേ എന്ന് വിളിച്ചു, എൻ്റെ അമ്മ തെറിച്ചുപോയി. 16 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 18 വർഷത്തോളം പഴക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ, ഒരു പൈശാചിക ശക്തികൾ നിമിത്തമുണ്ടായ രോഗങ്ങൾ എല്ലാം ഇളകാൻ തുടങ്ങി. 16 ദുർഭൂതങ്ങൾ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഇളകി. ആ ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിന്റെ പൈതലാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, നീ മുഖാന്തരം ഈ കുടുംബം രക്ഷപ്പെടും, നീ മുഖാന്തരം ഈ കുടുംബത്തിന്റെ അവസ്ഥ മാറും. അങ്ങനെ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ. മർക്കോസ് 16:16 വാക്യം പോലെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ വിട്ടുമാറെന്ന് പറഞ്ഞു. ആ ഭൂതങ്ങൾ ഓരോന്നായി വിട്ടുമാറി. അങ്ങനെ എൻ്റെ അമ്മ 18 വർഷമായി അനുഭവിക്കുന്ന ഭൂതബാധയിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് എൻ്റെ അമ്മ സൗഖ്യമായി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, 10-25 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. എൻ്റെ അമ്മ ഇന്നും ഞങ്ങളെക്കാൾ ആരോഗ്യത്തോടെ ഓടി നടക്കുന്നു. അസ്ഥി താഴ്വര എന്താണെന്ന് എനിക്കറിയാം. അസ്ഥി താഴ്വര. എൻ്റെ അപ്പൻ സൗഖ്യമില്ലായിരുന്നു, അപ്പൻ സൗഖ്യമായി. 2 സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ദൈവം വാതിലുകൾ തുറന്നു, അവരുടെ വിവാഹങ്ങൾ നടന്നു. എൻ്റെ ജ്യേഷ്ഠൻ കള്ളിനും കഞ്ചാവിന് അടിമയായിരുന്നു. ഒരു പ്രാർത്ഥനക്ക് അവനെ കൊണ്ടുപോയി. ഇന്ന് ഒരു കർത്താവിന്റെ ദാസനാണ്. അവന്റെ അവസ്ഥകൾ ദൈവം മാറ്റി. ഞാൻ അനേക അത്ഭുതങ്ങൾ എൻ്റെ വീട്ടിൽ കണ്ടു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വര. എന്നാൽ അവിടെ ഒരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, നീ വിശ്വാസം പറ, ഈ അവസ്ഥ മാറും, ഈ അവസ്ഥ മാറും. ദൈവം എനിക്ക് തന്ന ധൈര്യം, ആ ധൈര്യത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ വീട് അനുഗ്രഹിക്കപ്പെടും. ജപ്തിയുടെ നടുവിലാണ്. ഒരിക്കൽ ജപ്തി വന്നു. എൻ്റെ അമ്മ ജപ്തി ചെയ്യാൻ വന്ന പോലീസുകാരുൾപ്പെടെയുള്ളവരെ കണ്ട് ബോധം കെട്ട് നിലത്ത് വീണു. എന്നാൽ ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, സാറേ, 1 മാസം ഞങ്ങൾക്ക് അവധിതാ, 1 മാസം അവധിതാ, ഞാൻ തന്നു വീട്ടാം. 1 രൂപയില്ല. ഞാൻ അവധിക്ക് നാട്ടിൽ വന്നതാണ്. ഈ വലിയ തുക അടക്കാൻ എൻ്റെ കയ്യിലില്ല. എന്നാൽ 1 മാസം അവർ അനുവദിച്ചു. എൻ്റെ അമ്മ ബോധം കെട്ട് വീണതും നാട്ടുകാരിൽ നിന്ന് കരയുന്നതും എൻ്റെ അമ്മയെ ഞാൻ കോരിക്കൊണ്ട് പോകുന്നത് പോലീസുകാർ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 1 മാസം അവധി തരാം. 1 മാസം ഞാൻ രാത്രി മുഴുവനും വീടിന്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. ഈ അസ്ഥികൾ ജീവിക്കും, ഈ അവസ്ഥകൾ മാറും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കണ്ണുകളോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് കർത്താവ് എന്നെ ഓരോ അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാതെ ഭയങ്കര പ്രശ്നത്തിലാണോ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് മറുപടിയുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബം ലജ്ജിച്ചു പോകത്തില്ല. എത്ര വലിയ തകർന്ന വിഷയമാണോ, കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിലൊരു ധൈര്യം തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുവാനും കാരണമായി തീരും. ഞാൻ എൻ്റെ വീട്ടിൽ 1 മാസം പ്രാർത്ഥിച്ചു. ജപ്തി 1 മാസമേ അവരെനിക്ക് അവധി തന്നിട്ടുള്ളൂ. എന്നാൽ ഇനി 2 ദിവസം കൂടിയുള്ളൂ. വീടിന്റെ മുൻവശത്തെ ഗേറ്റിന്റെ മുമ്പിൽ ഞാൻ കാലുകൊണ്ടൊരു വര വരച്ചു. ജപ്തി ഇതിനകത്തോട്ട് യേശുവിന്റെ നാമത്തിൽ കയറരുത്. പ്രാർത്ഥിച്ചു.
പിറ്റേ ദിവസം ജപ്തി വരുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഞാൻ എൻ്റെ അമ്മ വീട് വരാപ്പുഴയാണ്. വരാപ്പുഴയിൽ ചെന്ന് എൻ്റെ അമ്മ വീട്ടിലോട്ട് കയറുമ്പോൾ അവിടെ വാർത്തകൾ വെച്ചിരിക്കുന്നു, കാർഷിക വാർത്തകൾ. വായിക്കുന്നത് ഇന്നയാളെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വായിക്കുമ്പോൾ പറയുകയാണ്, ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇത്ര രൂപയും അതിന് താഴെയുള്ള സകല ജപ്തിയും നിർത്തലാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത. ആ വാർത്ത വായിക്കുന്ന വ്യക്തി വിളിച്ചു പറയുകയാണ്. ഞാൻ അതിശയിച്ചു പോയി. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ അടക്കേണ്ട തുക അത്രയാണ്. ആ തുക ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അത്രയും തകർന്ന ഒരു അവസ്ഥയിലാണ്. എന്നാൽ ആ തുകയും അതിന്റെ താഴെയുള്ള തുകയും മുഴുവനും നിർത്തലാക്കി. ഒന്നുകൂടി പറഞ്ഞാൽ, എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് എനിക്ക് വിടുതൽ തരാൻ കേരളത്തിലുള്ള ആ തുകയുള്ള എല്ലാ ജപ്തിയും നിർത്തലാക്കി. ഇതെന്റെ ജീവിതത്തിൽ ദൈവവേല കറങ്ങുവാൻ ഒരാവേശമായി മാറി. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകിത്തരാമെന്ന് ഉറപ്പ് പറഞ്ഞ, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ അത്ഭുതങ്ങൾ ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ വിവാഹിതനായി, ദൈവവേലക്കാരനായി. വിവാഹം കഴിഞ്ഞ് കൊച്ചിയിൽ ഒരു സ്ഥലത്ത് പാസ്റ്ററായി പാർക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ജനിച്ച കുഞ്ഞിന് 2 കണ്ണിന് കാഴ്ചയില്ല. അന്ധയായ കുഞ്ഞ്. ഈ കുഞ്ഞിനെയുമായിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ടോണി ഫെർണാണ്ടസ് എന്ന ഏഷ്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും കാഴ്ച കിട്ടത്തില്ല. കാരണം വയറിംഗ് ഇല്ലാതെ എങ്ങനെയാണ് ബൾബ് കത്തുന്നത്? ഈ കുഞ്ഞിന്റെ കണ്ണിലേക്കുള്ള ഞരമ്പുകൾ ഇല്ല. ഒരിക്കലും കണ്ണ് മാറ്റിവെക്കാൻ പോലും കഴിയില്ല. എന്നാൽ 5 ഓപ്പറേഷൻ ചെയ്തു. എന്തിനാണ്? കണ്ണിന്റെ കറുപ്പിന് പകരം വെളുപ്പാണ്. സൗന്ദര്യം നിലനിർത്താൻ 5 ഓപ്പറേഷൻ. കൊടുക്കാൻ പണമില്ല. വളരെയധികം കരഞ്ഞു, വളരെയധികം പ്രാർത്ഥിച്ചു. ആർക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർത്തോ, ആർക്കും പറയാൻ പറ്റാത്ത അത്ഭുത സാക്ഷ്യം നിങ്ങൾക്കുണ്ടാകും. ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയതുകൊണ്ട് ഇന്ന് എനിക്ക് ആർക്കും പറയാൻ പറ്റാത്ത സാക്ഷ്യം ഞാൻ പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണോ? യേശു നിങ്ങളെ വിടുവിക്കും. ഭാവിയിൽ ആരും പറയാത്ത അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. അത് കേട്ട് അനേകർ യേശുവിങ്കലേക്ക് തിരിയും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു ശാപമല്ല, നിങ്ങൾ വിധിക്കപ്പെട്ടവരല്ല. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നതും ഈ ചാനൽ ഓപ്പൺ ചെയ്തതും, ഇത്രയും നല്ലൊരു ചാനൽ, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ, ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്ന ചാനലാണ്. ഈ ചാനൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം, യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഒരു കൂട്ട സഹോദരങ്ങൾ രാപ്പകൽ അധ്വാനിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എത്രയോ പേരാണ് രക്ഷിക്കപ്പെടുന്നത്, എത്രയോ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ ഈ ചാനൽ തന്നെ തുറന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വഴിത്തിരിവ് ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ നന്മയിലേക്ക് വരാൻ പോവുകയാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യം പറയട്ടെ. ജനിച്ച കുഞ്ഞിന് 2 കണ്ണിന് കാഴ്ചയില്ല. 5 ഓപ്പറേഷൻ ചെയ്തു, വെറുതെ, ഫലമില്ല, ജീവിതത്തിൽ നന്മകളില്ല. എന്നാൽ ഞങ്ങൾ നിർത്തിയില്ല. യേശുവിൽ വിശ്വസിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. അന്നൊരു ഓല കുടിലിലാണ് പാർക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും ദിവസേന രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കും. ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടത് എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞു, കുഞ്ഞിന് 10 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിന്റെ കണ്ണ് തുറക്കും. ഞാൻ ചോദിച്ചു എങ്ങനെ? അന്ന് കുഞ്ഞിന് 6 മാസമേ പ്രായമായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചത് എങ്ങനെ? അവൾ പറഞ്ഞു, ഞാൻ ചോറ് വാരി കൊടുക്കുന്ന ഒരു സ്വപ്നമാണ്, കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രായം. ഞാൻ പറയാം, അത് 10 മാസമാണ്. അപ്പോൾ താഴെ വീഴുന്ന ചോറിന്റെ മണി അവൾ പെറുക്കി നോക്കുന്നു. നമ്മുടെ കുഞ്ഞിന് 10-ാം മാസം കർത്താവ് കാഴ്ച കൊടുക്കും. ഞാൻ വാവിട്ട് കരഞ്ഞു. അന്നു മുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം അത് നിവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാലും മാറാത്തവൻ, നല്ല കർത്താവ്. അസ്ഥികൾ ജീവിക്കും. അസ്ഥി താഴ്വരയെ സൈന്യത്താഴ്വരയാക്കുന്ന ദൈവം, അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 6 മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ ഈ കുഞ്ഞ് മരിക്കണമേ. എന്നാൽ 4 മാസം ഞങ്ങൾ വേറെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കുഞ്ഞിന്റെ കാഴ്ച അങ്ങ് തരാമെന്ന് പറഞ്ഞല്ലോ, അങ്ങ് സ്വപ്നം തന്നത് അങ്ങാണെങ്കിൽ, ജോസഫിന് കൊടുത്ത സ്വപ്നം അങ്ങ് നിവർത്തിച്ചെങ്കിൽ, പൗലോസിന്റെ ദർശനങ്ങൾ സഫലമാക്കിയെങ്കിൽ, എന്റെ കുഞ്ഞിന്റെ കാഴ്ച അങ്ങ് പറഞ്ഞു സൗഖ്യമാക്കാം.
10ാം മാസം. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഒരു ദിവസം രാത്രി കരണ്ട് പോയി, ഇടിവെട്ടും മഴയും. പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ കരണ്ട് പോയപ്പോൾ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കത്തിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് ആദ്യമായിട്ട് നോക്കിയത് മെഴുകുതിരിയിലാണ്. കുടുംബ പ്രാർത്ഥനയിൽ കർത്താവ് കുഞ്ഞിന്റെ കണ്ണ് തുറന്നു. ഇന്ന് അവൾ ഡിഗ്രി BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ഫൈനലാണെന്ന് ഓർക്കണം. മാത്രമല്ല ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ്. ലോകവ്യാപകമായി കർത്താവ് അവളെ വർഷിപ്പിൽ ഉപയോഗിക്കുന്നു. മനോഹരമായി പാടും, മനോഹരമായി ഗിറ്റാർ വായിക്കും, കർത്താവിന് വേണ്ടി വളരെയധികം ശുശ്രൂഷകൾ ചെയ്യും. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമില്ല. അത്ഭുതങ്ങളുടെ ദൈവം എന്നൊരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഈ സാക്ഷ്യം കേൾക്കാനാണ് ഇന്ന് നിങ്ങളെ ദൈവമാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. തകർന്ന് തരിപ്പണമായി തീർന്നു പോകേണ്ട ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്നു, ഈ ചാനലിലൂടെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനലിലൂടെ പറയുന്നു, നിങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, മാറാ രോഗങ്ങൾ നിങ്ങളെ വിട്ടു മാറും, എത്ര വലിയ ശാപങ്ങളും വിട്ടുമാറും. തകർന്ന് തരിപ്പണമായി അസ്ഥി താഴ്വരയുടെ മുൻപിൽ നടന്ന എന്നെ ദൈവം അവിടെ അത്ഭുതങ്ങൾ കാണാനിടയാക്കി. അസ്ഥികൾ യഗസ്കേൽ പ്രവചിച്ചപ്പോൾ അസ്ഥികൾ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി. ഇതുപോലെ തകർന്നു പോയ എന്റെ കുടുംബം, എന്റെ മാതാപിതാക്കൾ അവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്റെ മോള് സൗഖ്യമായി. അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. അനേക അത്ഭുതങ്ങൾ. ഞാനൊരു പാസ്റ്ററാകാൻ ഇറങ്ങിയതല്ല. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. പാസ്റ്ററാകാനായിട്ട് ഒരു പ്രസംഗം പോലും അറിയില്ല. അനുഭവങ്ങൾ എന്നെ ഒരു പാസ്റ്റർ എന്ന് എല്ലാവരും വിളിക്കുന്നു. ഞാനൊരു പാസ്റ്ററാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ എല്ലാവരും ദൈവദാസൻ എന്ന് വിളിക്കുന്നു. കാരണം ഞാൻ അത്ഭുതങ്ങൾ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഇന്ന് ഞങ്ങൾ അനവധി അത്ഭുതങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇതുപോലെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ ചുരുക്കത്താൽ ഞാനത് വെട്ടിച്ചുരുക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് കണ്ണടക്കുമെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എന്നോട് ചേർന്ന് നിങ്ങൾ എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര തകർന്ന വിഷയമാണെങ്കിലും ഇപ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക. ഇപ്പോൾ വിശ്വസിക്കുക. കുടുംബമായി വിശ്വസിക്കുക. യേശുവേ, എന്നെ ശ്രദ്ധിക്കുന്ന ഈ സാക്ഷ്യം ഇത്രത്തോളം നേരം കേട്ടുകൊണ്ടിരുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു അത്ഭുത വിടുതൽ നടക്കട്ടെ. അത്ഭുത വിടുതൽ നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. തളർന്നിരിക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ. ഡോക്ടർമാർ കൈവിട്ട് കേസുകൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നട്ടലിന് ക്ഷയമേറ്റ് ഡിസ്കുകൾ അകന്ന് നടക്കാൻ കഴിയാതെ അസഹനീയമായ വേദനയോടെ കിടക്കയിലായിരിക്കുന്ന ചിലർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികൾ ജീവിക്കട്ടെ. മാറവ്യാധികൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. കാഴ്ചയുടെ പ്രശ്നം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവികൾ ശരിയായി തുറന്നു വരട്ടെ.
അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഭൗതിക വിഷയത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഇവർ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. പുതിയ വഴികൾ തുറക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് പുതിയ വരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ഹയർ സ്റ്റഡീസ് ഉണ്ടാകട്ടെ. ജോലികളിൽ പ്രമോഷനുകൾ ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ബിസിനസ് തകർന്ന് മരണം മാത്രം ചിന്തിച്ചു നിൽക്കുന്ന ചിലർ, അവർക്ക് അത്ഭുത വഴി തുറക്കട്ടെ. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, യേശുവിലേക്ക് അവർ വരട്ടെ. പ്രാർത്ഥിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. With a servant's heart, we will use media in all its forms to broadcast the Father's heart to every nation, to reach the lost and equip believers for the harvest. We will be leaders in the creative world, setting a precedent and reflecting the Father's own incredible creativity.